ഈ കഥ ഞങ്ങൾ മെനക്കെട്ടിരുന്ന് സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലുമായി ഇതിലെ ഏതെങ്കിലും കഥാപാത്രത്തിന് എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. പാഠം 23. ഈ യന്ത്രങ്ങളുടെ ഒരു കാര്യം. എന്റെ പൊന്നു ചായെ, നീ ഒന്ന് തിളയ്ക്ക്, എനിക്ക് വേറെ പണിയുള്ളതാ. ചേച്ചി, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ എനിക്കൊരു കമ്പ്യൂട്ടർ വാങ്ങി തന്നെന്ന്. ചേച്ചി ഏട്ടനോടൊന്ന് പറയേ. ഞാൻ പറയാഞ്ഞിട്ടാണോ ലക്ഷ്മി? നിന്റെ ഏട്ടൻ സമ്മതിക്കാഞ്ഞിട്ടാ. ഏട്ടന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ കൂടെയുള്ള സകല കുട്ടികളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട്. ഏതെങ്കിലും പ്രൊജക്ട് വർക്ക് വരുമ്പോഴൊക്കെ ഇന്റർനെറ്റ് കഫേയിലേക്ക് ഓടാൻ പറ്റുമോ? ഇതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അപ്പുറത്തുണ്ടല്ലോ, അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാവില്ല. ബുദ്ധി കൂടിപ്പോയതിന്റെ കുഴപ്പമാണത്. ആരോടെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ അവര് കളിയാക്കുക. തീരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ പോലും ലോൺ എടുത്ത് കമ്പ്യൂട്ടർ വാങ്ങി. കമ്പ്യൂട്ടറിന് അങ്ങനെ വലിയ പൈസയൊന്നുമില്ല ചേച്ചി. പൈസയുടെ അല്ലല്ലോ പ്രശ്നം, ആദർശത്തിന്റെ അല്ലേ. പൈസ വേണമെങ്കിൽ ഞാൻ തരാം. പക്ഷേ ആ പൈസ കൊണ്ട് വാങ്ങുന്ന കമ്പ്യൂട്ടർ എവിടെ കൊണ്ടേ വയ്ക്കും? ഒളിച്ചു വെക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ അത്. അതുകൊണ്ട് പൊന്നുമോള് ആ മോഹം അങ്ങോട്ട് ഉപേക്ഷിച്ചേക്ക്. നിനക്ക് സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ വേണമെങ്കിൽ നിന്റെ കല്യാണം കഴിഞ്ഞ് നിന്നെ കെട്ടുന്നവൻ വാങ്ങിച്ചു തരണം. എനിക്ക് കിട്ടിയതുപോലത്തെ ഒരു മഹാനെ നിനക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി നീ ഭഗവാനോട് പ്രാർത്ഥിച്ചു. മോഹനേട്ടാ, ലക്ഷ്മി ആകെ സങ്കടത്തിലാ. അവളൊരു ആവശ്യം പറഞ്ഞ സാധിച്ചു കൊടുക്കാൻ വേറെ ആരാ ഉള്ളത്? അവളുടെ ഏത് ആവശ്യം ഞാൻ സാധിച്ചു കൊടുക്കുന്നത്? എന്താ അവൾക്ക് വേണ്ടത്? പുതിയ ഉടുപ്പോ അതോ ഐസ്ക്രീമോ? ഉടുപ്പോ ഐസ്ക്രീമോ ഒന്നുമല്ല, അവക്ക് ഒരു കമ്പ്യൂട്ടർ വേണമെന്ന്. കമ്പ്യൂട്ടറോ? അണുബോംബെന്നല്ല, കമ്പ്യൂട്ടർ എന്നാണ് പറഞ്ഞത്. അതിനിത്ര ഞെട്ടണോ? നമ്മുടെ നാട്ടിലെ പമ്പര വിട്ടികളായ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, കമ്പ്യൂട്ടറാണ് എല്ലാമെന്ന്. ജോലി ചെയ്യാതിരിക്കാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയാനുമാണ് ആൾക്കാർ കമ്പ്യൂട്ടറിന് പിന്നാലെ പോകുന്നത്. എന്റെ നീതി അങ്ങനെ ചിന്തിച്ചാലോ? മോഹനേട്ട വെറുതെ വാശി പിടിക്കാൻ നിൽക്കല്ലേ. കാലം മാറി. മോഹനേട്ട കോളേജിൽ പോയിക്കൊണ്ടിരുന്ന കാലമാണോ ഇത്? ലക്ഷ്മിക്ക് ഒരുപാട് പ്രോജക്ട് വർക്കുകളൊക്കെ ഉണ്ട്. അതിന് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായേ പറ്റൂ. ഈ ഇന്റർനെറ്റ് കണ്ടുപിടിച്ചവരാണ് ആദ്യം പിടിച്ചടിക്കേണ്ടത്. എന്താ എന്റെ ആവശ്യം? അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്തെന്നറിയാമോ? ഇപ്പോ ലോകത്ത് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് ഈ ഇന്റർനെറ്റ് വഴിയാ. മാത്രമോ, എന്തെങ്കിലും അറിയണമെങ്കിൽ കമ്പ്യൂട്ടറിൽ 2 കുത്ത് കഴിഞ്ഞു. അതോടുകൂടി ആൾക്കാർ പുസ്തക വായന നിർത്തി. ഈ വായന നിന്ന് പോകാനുള്ള പ്രധാന കാര്യം എന്തെന്നറിയാമോ? ഈ കമ്പ്യൂട്ടർ. വായിക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോഴും വായിക്കുന്നുണ്ട്. പിന്നെ കാലം മാറുകയല്ലേ മോഹനേട്ടാ. മോഹനേട്ട മാറാത്തതുകൊണ്ട് വേറൊന്നും മാറാൻ പാടില്ല എന്നുള്ള ഈ ചിന്തയുണ്ടല്ലോ, അത് നല്ലതല്ല. പറയുന്ന കേട്ടാ തോന്നും ഭൂമിയുടെ അച്ഛതുണ്ട് വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണനാണ്. ശരി, ലക്ഷ്മിക്ക് പ്രോജക്റ്റ് ഉണ്ട്, അത് ചെയ്യണം. അതിന് ഇന്റർനെറ്റിന്റെ സഹായം വേണം. അതിനാണല്ലോ നാട് മുഴുവൻ ഇന്റർനെറ്റ് കഫേകൾ. അവിടെ പോയാൽ മതിയല്ലോ. അത് എളുപ്പമാണോ മോഹനേട്ടാ? ഓരോ പ്രാവശ്യം ഇന്റർനെറ്റ് കഫേ പോകാൻ പറ്റുമോ? എന്താ പോയാല്? ബിരിയാണി കഴിക്കാൻ വേണ്ടി ആരെങ്കിലും വലിയ ഹോട്ടൽ തുടങ്ങും. ഏതെങ്കിലും കടയിൽ ബിരിയാണി കിട്ടുമല്ലോ. ഇക്കണക്കിന് പോകുമ്പോ കുറെ കഴിയുമ്പോ നീ പറയും, മോഹനേട്ട എനിക്ക് കോടതി പോകാൻ എളുപ്പമല്ല, അതുകൊണ്ട് സ്വന്തമായ ഒരു കോടതി ഇതിന്റെ ബാക്കി തുറന്നു തരാൻ. നമ്മളെപ്പോലെ സ്വന്തമായി കമ്പ്യൂട്ടർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്റർനെറ്റ് കഫേകൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. അവർക്ക് ജീവിക്കണ്ടേ ഭവേ? നിന്ന് അങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോയാലെങ്ങനെയാ? വെറുതെ തർക്കിച്ചു കളയാനുള്ളൊരു കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇത് ലക്ഷ്മിയുടെ ഭാവിയുടെ പ്രശ്നമായതുകൊണ്ടാ. ലക്ഷ്മിയുടെ ഭാവിയും കമ്പ്യൂട്ടറും തമ്മിൽ എന്താ ബന്ധം? പ്രോജക്ടുകൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അനിയത്തിയുടെ മാർക്ക് കുറയും. കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ അവക്കൊരു കമ്പ്യൂട്ടർ വാങ്ങണം. കാശ് ഞാൻ കൊടുത്തോളാം. മോഹനേട്ടർ ഒന്ന് സമ്മതിച്ചു തന്നാ മതി. ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. നിനക്കറിയാമോ,
മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യന്ത്രങ്ങൾ കണ്ടുപിടിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയോ, യന്ത്രങ്ങൾ പറയുന്ന കേട്ട് മനുഷ്യന് ജീവിക്കേണ്ടി വരുന്നു. ഭാമേ, ഇങ്ങനെ പോയാൽ നമ്മൾ സകല കാര്യങ്ങൾക്കും കമ്പ്യൂട്ടറിനെ ആശ്രയിക്കേണ്ടി വരും. രാവിലെ എപ്പോ എഴുന്നേക്കണമെന്ന് കമ്പ്യൂട്ടർ തീരുമാനിക്കേണ്ടി വരും. എന്ത് ഭക്ഷണം കഴിക്കണമെന്നും എപ്പോ കഴിക്കണമെന്നും തീരുമാനിക്കുന്നത് കമ്പ്യൂട്ടറായിരിക്കും. അത് സമ്മതിച്ചെടുക്കാൻ പറ്റുമോ? അതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. ലക്ഷ്മിക്ക് കമ്പ്യൂട്ടർ വാങ്ങണമെന്ന് പറയുമ്പോ യന്ത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് കമ്പ്യൂട്ടർ ഒരു യന്ത്രമായതുകൊണ്ട് സമേ പറ്റുന്നിടത്തോളം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോ ഒരു ബൈക്ക് വാങ്ങാൻ കാശില്ലാത്തതാണോ ഈ മോഹനേശ്വരൻ വില്ലേജ് ഓഫീസിലേക്ക് നടന്നു പോകുന്നത്? ഒരു യന്ത്രത്തിന്റെ സഹായം ഒഴിവാക്കുന്നത് കൊണ്ട് മനുഷ്യനാണെന്ന് തോന്നണമെങ്കിൽ മനുഷ്യനായി പെരുമാറണം. ഏട്ടാ, ഞാൻ നടന്നാണല്ലോ കോളേജിൽ പോകുന്നത്, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഇതെനിക്ക് പഠിക്കാനുള്ള കാര്യമല്ലേ? കോളേജിൽ ചെന്ന് സാറിനോട് യന്ത്രങ്ങളെ കുറിച്ച് പറയാൻ പറ്റുമോ? ഇങ്ങോട്ട് മാറ്. എന്ത്? എന്താ പറ്റാത്തത്? നമുക്കറിയാവുന്ന കാര്യങ്ങൾ അധ്യാപകർക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കണം. അപ്പോ ഇവളെ ഡിഗ്രി പരീക്ഷ ജയിക്കാൻ സമ്മതിക്കില്ല എന്നർത്ഥം. ഞാൻ ഡിഗ്രി പരീക്ഷ ജയിച്ചത് കമ്പ്യൂട്ടർ കൊണ്ടാണോ? നീ ജയിച്ചത് കമ്പ്യൂട്ടർ കൊണ്ടാണോ? മോഹനേട്ടാ, പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കമ്പ്യൂട്ടർ വേണ്ട. സായിപ്പ് കണ്ടുപിടിച്ച ഈ യന്ത്രങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമാക്കിയവരെയാണ് ആദ്യം തല്ലേണ്ടത്. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ? ഇന്നലെ അമേരിക്കയില് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പായിരുന്നു. അവർ വോട്ട് ചെയ്തത് നമ്മുടെ നാട്ടിലെ പോലെ വോട്ടിംഗ് യന്ത്രത്തിലൂടെ അല്ല, ബാലറ്റ് പേപ്പറിലൂടെയാ. എന്തുകൊണ്ടാ? വോട്ടിംഗ് യന്ത്രം ഉണ്ടാക്കാൻ അവർക്ക് അറിയാഞ്ഞിട്ടാണോ? പക്ഷേ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പോലെ പ്രധാനമായ കാര്യങ്ങളിൽ യന്ത്രങ്ങളെ വലിച്ചഴയ്ക്കാൻ അവർ തയ്യാറല്ല. മനസ്സിലായോ? അപ്പൊ ഏട്ടൻ എനിക്ക് കമ്പ്യൂട്ടർ വാങ്ങിച്ചു തരില്ല? ഇല്ല ഇല്ല ഇല്ല. കമ്പ്യൂട്ടർ എന്ന സാധനം ഈ വീട്ടിൽ കയറാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി കോളേജിൽ പോകുന്നില്ല. തീർന്നില്ലേ? കണ്ടോ, ഒരു കാര്യം പറയുമ്പോ പെൺകുട്ടിയോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. നീ വേണ്ട അവിടെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞോളാം. മോഹനേട്ടൻ ഇനിയും വഷളാക്കാതെ ആപ്പിച്ചു പോകാൻ നോക്ക്. പൊക്കൂ. അവളും നിന്നെ പോലായല്ലേ? മോഹനേട്ടാ പറയെ വിളിച്ചു. ഞാൻ എത്ര പറഞ്ഞാലും മോഹനേട്ടൻ നന്നാവില്ല എന്ന് എനിക്കറിയാം. അതെന്റെ വിധി. ദേഷ്യം കളഞ്ഞിട്ട് സാധാരണ തരാറുള്ളത് താ. എന്ത്? സാധാരണ ഓഫീസിൽ പോകുമ്പോ എന്താ തരാറുള്ളത്? എന്ത്? ഒരു ഉമ്മ താ സാറേ. കണ്ണടയ്ക്ക്. പോയി കമ്പ്യൂട്ടറിനോട് ചോദിക്കും, അതെന്ത് തരുമല്ലോ. ലക്ഷ്മി, പേടിക്കഴിവ്, നീ എന്തിനാ ഞാൻ കരയുന്നത്? ഏട്ടന്റെ സ്വഭാവമല്ലേ അത്. എന്റെ ഏട്ടൻ ഇങ്ങനെയൊക്കെയാണെന്ന് കോളേജിൽ പോയി പറയാൻ പറ്റുമോ? ശരി, നീ കരയില്ലേ? എല്ലാറ്റിനും ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം. പോരെ? എന്ത് പരിഹാരം? ചേടാ, ഞാനല്ലേ പറഞ്ഞത്, നീ കോളേജിൽ പോവാൻ നോക്ക്. ആ പോടി. എന്റെ മോഹനേഷ സാറെ, കാലം മാറിപ്പോയി. ഇനിയിപ്പോ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഇല്ലാതെ ജീവിക്കണമെന്ന് പറഞ്ഞ ശുദ്ധ മണ്ടത്തരം. നോക്കൂ സ്വയംപ്രഭ, അങ്ങനെ പറയരുത്. മൊബൈൽ ഫോൺ ഇല്ലാതെയാണല്ലോ ഈ മോഹനകൃഷ്ണൻ ഇത്രയും കാലം ജീവിച്ചത്. എനിക്കൊന്നും പറ്റിയില്ലല്ലോ. നിങ്ങളൊക്കെ 24 മണിക്കൂറും ഫോണിൽ സംസാരിച്ച് ഒടുവിൽ ബ്രെയിൻ ട്യൂമർ വരുമ്പോ പഠിക്കും. മോഹനകൃഷ്ണ, ഈ വിവരക്കിടക്കെ സ്വന്തം വീട്ടിൽ പറഞ്ഞപ്പോഴേ, ഇതൊരു സർക്കാർ ഓഫീസാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സർക്കാർ സൗജന്യമായി ഫോൺ കൊടുക്കാനിരിക്കുമ്പോഴാ മോഹനകൃഷ്ണൻ അതിനെ എതിർക്കുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് 3 നേരം കഴിക്കാനുള്ള ഭക്ഷണമല്ലേ കൊടുക്കേണ്ടത്, അല്ലാതെ മൊബൈൽ ഫോണാണോ? വിശക്കുമ്പോ ഫോൺ പുഴുങ്ങി തിന്ന. അതുപോലെ മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ ഉപയോഗിച്ചാൽ പിന്നെ മനുഷ്യർക്ക് എന്ത് ജോലി? ഇങ്ങനെ ശരീരമനക്കാതെ എല്ലാ പണികളും യന്ത്രങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതുകൊണ്ടാണ് ആൾക്കാർക്ക് കൊളസ്ട്രോളും ഷുഗറൊക്കെ കൂടുന്നത്. അതൊന്നും എനിക്കറിയില്ല. പക്ഷേ വില്ലേജ് ഓഫീസിൽ കമ്പ്യൂട്ടർ വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതെന്താ? എന്റെ ശീലാവതി സാറേ, ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സാധനത്തിനെ അതിന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയാവൂ. അതിന് നമുക്ക് പറ്റിക്കാൻ പറ്റില്ല.
എന്നുവെച്ചാ ഇപ്പോ നമ്മുടെ വില്ലേജ് ഓഫീസിൽ കമ്പ്യൂട്ടർ വന്നെന്ന് വിചാരിക്കാം. ആ നാളെ രാവിലെ മുതൽ പോക്കുവരവ് ചെയ്യാൻ വരുന്ന സകലവരുടെയും നമ്മൾ അപേക്ഷകൾ വാങ്ങി അത് കമ്പ്യൂട്ടറിന് കൊടുക്കണം. അപ്പോ കമ്പ്യൂട്ടർ നമുക്കൊരു ക്രമ നമ്പർ തരും. അങ്ങനെ ഓരോ അപേക്ഷയ്ക്കും ഒരു നമ്പർ ഉണ്ടാവും. ഓ, പിന്നെ ആ നമ്പർ ക്രമത്തിലെ സർട്ടിഫിക്കറ്റ് തരൂ കമ്പ്യൂട്ടർ. മനസ്സിലായില്ലേ? ആദ്യ അപേക്ഷ തരുന്നവരുടെ പ്രശ്നം ആദ്യം പരിഹരിച്ചേ പറ്റൂന്ന്. അല്ലാതെ നമ്മുടെ തോന്നിയാസൊന്നും അതിന് നടക്കില്ല. പിന്നെ കാര്യങ്ങളൊക്കെ ക്രമത്തിലേ നടക്കുള്ളൂങ്കിൽ കൈക്കൂലി ആര് തരും? പിന്നെ ശമ്പളം അല്ലാതെ 10 പൈസ കിട്ടൂ? സർക്കാർ ജീവനക്കാരായി നമ്മൾ എങ്ങനെ ജീവിക്കും? മോനോട് സാറേ ഒരു മിനിറ്റ് ഒന്ന് സാറേ സാറിനൊന്ന് കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. എന്താ കാര്യം? ആ ഇറിഗേഷനിലെ മത്തായി സാറിന്റെ ആ വസ്തുവിന്റെ പോക്കുവരവ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം ഓഫീസിൽ കയറി ഇറങ്ങി. കഷ്ടമാണ് സാറേ ഇങ്ങനെ ചെയ്യുന്നത്. അല്ല, അത് സ്വയംപ്രഭ പറഞ്ഞില്ലേ ഉത്തമ, അപേക്ഷ കിട്ടി 1 മാസം കഴിഞ്ഞാലേ പോക്കുവരവ് നടക്കൂ. അല്ല, അപ്പൊ അതൊക്കെ എനിക്കറിയാം. പക്ഷെ നിയമം എല്ലാവർക്കും ഒരുപോലെ ആവണം സാറേ. മത്തായി സാറിന്റെ അപേക്ഷ തന്നതിന് ശേഷം അവിടെ നിന്ന് 4 ആധാരങ്ങൾ പോക്കുവരവ് ചെയ്തല്ലോ. ഞാൻ പറഞ്ഞുതരാം അതാരൊക്കെയെന്ന്. ബ്ലേഡ് കമ്പനി നടത്തുന്ന ഉൽപ്പലാക്ഷന്റെ, ആ ചാമ്പ്യൻ ചെരുപ്പ് കട നടത്തുന്ന അനിലിന്റെ, ആ അരിമില്ല് നടത്തുന്ന കേശവൻകുട്ടിയുടെ, പിന്നെ ഇതേ മത്തായി സാറിന്റെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ഗോപാലൻ നായരുടെ. അതങ്ങനെ ഗോപാലൻ നായർ അപേക്ഷ കൊടുത്ത് 5-ാം ദിവസം കാര്യം നടന്ന്. അവർക്ക് ഈ 30 ദിവസ കാലാവധി ഇല്ലേ സാറേ? അതങ്ങനെ ആ മത്തായി സാർ ഇന്നലെ എന്നെ വിളിച്ച് പറയാത്തതൊന്നുമില്ല. ഉത്തമന് വില്ലേജ് ഓഫീസിൽ വലിയ പിടിയൊക്കെയാണല്ലോ, പിന്നെ എന്തായി എന്നൊരു ചോദ്യവും. അത് പിന്നെ ഉത്തമ പറഞ്ഞ നേരം അവിടെ എല്ലാവരും തോന്നിയ പോലെ. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചത് എന്ത് നടക്കാനാ? വില്ലേജ് ഓഫീസിൽ കമ്പ്യൂട്ടർ വന്നാലേ നടക്കൂ കാര്യങ്ങൾ. സാർ എന്താ പറഞ്ഞേ? അതായത് കമ്പ്യൂട്ടർ വന്നാൽ അഴിമതി നിൽക്കും. കാരണം കമ്പ്യൂട്ടർ മനുഷ്യനെ പോലെ കള്ളം പറയില്ല, അതൊരു യന്ത്രമല്ലേ. അപ്പൊ കഴിഞ്ഞ ആഴ്ച സാറ് പറഞ്ഞത് കമ്പ്യൂട്ടർ മൊബൈൽ ഫോണും ഒക്കെ നിരോധിക്കണമെന്നാണല്ലോ. ഇപ്പൊ അഭിപ്രായം മാറിയോ? അതല്ല, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴാണല്ലോ നമ്മുടെ ചില അഭിപ്രായങ്ങൾ മാറി മറിഞ്ഞു വരുന്നത്. വില്ലേജ് ഓഫീസിൽ കമ്പ്യൂട്ടർ വരുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ മത്തായി സാറിന്റെ പോക്ക് വരവ് നടത്തണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ കമ്പ്യൂട്ടർ വരണം. അത് വേണ്ട, ഉത്തമ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ ഓഫീസിലേക്ക് വാ, നമുക്ക് നോക്കാം. ശരി സാറേ, ഓക്കെ. അതങ്ങനെയായി. അയ്യോ സാറേ, ഒന്ന് ഒരു മിനിറ്റ്. പിന്നെ നാളെ രാവിലെ പറ്റൂല സാറേ. നമ്മുടെ കുന്നുംപുറത്ത് ബെന്നിയുടെ കേസ് നാളെയാണ്. അവനെ 2 ജാമ്യക്കാരെ സംഘടിപ്പിക്കണം. അതെന്താ കേസ്? അപ്പൊ സാറ് അറിഞ്ഞില്ലേ? അവൻ ടൗണിൽ ഇന്റർനെറ്റ് കഫേ നടത്തുകയായിരുന്നു. കോളേജിലെ മുഴുവൻ പെമ്പിള്ളേരും ഓരോ ആവശ്യത്തിനായി അവിടെയാണ് ചെല്ലാറ്. അവൻ അവസരം മുതലാക്കി അവിടെ പല സമയങ്ങളിൽ വരുന്ന 6-7 പെൺകുട്ടികളെ ഒരേ സമയം വളച്ചെടുത്ത് കളഞ്ഞവേ. ഒടുവിലൊരു പെൺകൊച്ചിനെ തട്ടിയെന്നോ മുട്ടിയെന്നോ പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞാണ് കേസ്. എന്തായാലും ബെന്നിയകത്തായി. നാളെയാണ് കേസ്. ജാമ്യം കിട്ടിയ ഭാഗ്യം. ഈ ബെന്നിയെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? കൊച്ചു പയ്യനല്ലേ. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ ഒതുക്കത്തിൽ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ വല്ല കുസൃതി ഒപ്പിച്ചെന്നിരിക്കും. കൂട്ടിനാരുമില്ലാതെ പെൺപിള്ളേരെ ഇന്റർനെറ്റ് കഫേയിൽ വിടുന്ന വീട്ടുകാരെ വേണം ആദ്യം അടിക്കാൻ. അപ്പൊ സാറേ ഞാൻ പോവേണ്ട, എനിക്കൊന്ന് ഒരുപാട് തിരക്കുള്ളതാണ്. ലക്ഷ്മി, ചേച്ചി എന്താ വൈകിയത്? 3:30 മണി മുതൽ ഞാൻ നോക്കിയിരിക്കുക. കോളേജിൽ നിന്ന് വന്നിട്ട് ഒരു ചായ പോലും കിട്ടിയില്ല. വയസ്സ് 10-20 ആയില്ലേ മോളെ? തനിയൊരു ചായ ഇട്ട് കുടിക്കാൻ പോലും അറിയില്ല. പക്ഷെ അവർക്ക് കമ്പ്യൂട്ടർ വേണം. കമ്പ്യൂട്ടർ എനിക്ക് പഠിക്കാനല്ലേ. ഇന്നും പ്രൊജക്ട് തന്നിട്ടുണ്ട്.
ഇനി എപ്പോഴാ ചേച്ചി ഇന്റർനെറ്റ് കഫേയിലേക്ക് പോകുന്നത്? മണി 5:30. ഞാനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു വ്യവസ്ഥ. നിന്റെ ഏട്ടൻ അറിയരുത്. അറിഞ്ഞാൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. എന്താ കാര്യം? ഇത് ലാപ്ടോപ്പാണ്. ചേച്ചി ഇതെനിക്കാ? അല്ല, എനിക്ക്. ദാ പിടി. കോടതിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ വാങ്ങിയതാ. ഇനി ഇതില്ലാത്തതുകൊണ്ട് പൊന്നുമോളുടെ മാർക്ക് കുറയണ്ട. താങ്ക്സ് ചേച്ചി. താങ്ക്സ് ഒന്നും വേണ്ട. പക്ഷെ നിന്റെ ഏട്ടൻ കാണാതെ വേണം ഇതൊന്ന് ഉപയോഗിക്കാൻ. രാവിലെ നിന്റെ ഏട്ടൻ ആഫീസിൽ പോയി കഴിഞ്ഞിട്ട് രാത്രി മുറി കയറി വാതിലടച്ചിട്ട്. മനസ്സിലായോ? ഇങ്ങനൊരു സാധനങ്ങാനും ഞാൻ വാങ്ങിച്ചു തന്നു അങ്ങേരറിഞ്ഞാൽ പിന്നെ കാര്യങ്ങള് ഡൈവോഴ്സിലെ തീരൂ. തൽക്കാലം ഡൈവോഴ്സിന് ഞാൻ തയ്യാറല്ല. ഒരു കാരണവശാലും ഏട്ടനറിയില്ല. പോരെ? മതി. അത്യാവശ്യം പഠിക്കാനുള്ളതല്ലാതെ ഇതുകൊണ്ട് വല്ല ചുറ്റിക്കളി ഒപ്പിച്ചാൽ പൊന്നുമോളെ നിന്നെ ഞാൻ കൊന്നുകളയും. അതുറപ്പാണ്. ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കില്ല. ഇനി ചേച്ചി പറയുന്ന ഒക്കെ ഞാൻ കേട്ടോ. യു ആർ സോ സ്വീറ്റ് ചേച്ചി. അയ്യോ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത് എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിക്കും. മോഹനേട്ടൻ എന്താ വൈകിയേ? അതായത് ആഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് ചില പ്രശ്നങ്ങളുണ്ടായി. എന്ത് പ്രശ്നം? അതല്ല ഭാവ, ഞാൻ പിന്നീട് ആലോചിച്ചപ്പോ ഈ കമ്പ്യൂട്ടർ അത്ര മോശമല്ലെന്ന് തോന്നി. കാലം ഇപ്പോഴത്തെ അല്ലേ, കമ്പ്യൂട്ടറും അത്യാവശ്യമാണ്. എന്തത്യാവശ്യം? മനുഷ്യൻ ചെയ്യേണ്ട ജോലി യന്ത്രങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പാടുണ്ടോ? കമ്പ്യൂട്ടറും ഒരു യന്ത്രമാണ്. പക്ഷേ അത് സാധാരണ ഒരു യന്ത്രമല്ലല്ലോ. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിവരം തരുന്ന ഒരു സാധനമാണല്ലോ അത്. പക്ഷെ ആളുകൾ പുസ്തകം വായിക്കാതാവില്ലേ? വായന മരിച്ചു പോവില്ലേ? എന്നാലും ലക്ഷ്മി മോൾക്ക് പ്രോജക്ട് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ വേണമല്ലോ. ഇന്റർനെറ്റ് കഫേ ഉണ്ടല്ലോ. ഞാൻ ഇന്റർനെറ്റ് കഫേയിൽ പൊയ്ക്കൊള്ളേട്ടാ. മേലിൽ ഇന്റർനെറ്റ് കഫേയിൽ പോവുകയോ അത് നടത്തുന്ന ബെന്നിയെപ്പോലുള്ള ആൾക്കാരുമായി സംസാരിക്കുകയോ ചെയ്താൽ ആരെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ ചെയ്ത നിന്റെ അന്ത്യം. നീ കോളേജിൽ പോകുന്ന വഴി ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേ ഉണ്ടെങ്കിൽ അതിന്റെ നേരെ നീ നോക്കുക കൂടി പാടില്ല. മനസ്സിലായോ? പക്ഷെ പ്രോജക്റ്റ് അതിന് ഈ മോഹനകൃഷ്ണൻ ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. എന്ത്? പിടിക്ക്. ഇതാണോ? മറ്റേ നമ്മളെ കൊണ്ട് വെച്ചിട്ട് എന്താ ഇത്? ലാപ്ടോപ്പ്. അയ്യോ അയ്യോ, മോൾക്കായിട്ട് ഏറ്റുവാങ്ങിയ. പിടിക്കൂ. എന്താ രണ്ടുപേരും അന്തം വിട്ട് നോക്കുന്നത്? ഇനി മുതൽ ലക്ഷ്മി മോൾ ഇത് ഉപയോഗിച്ചാലും മതി. മനസ്സിലായോ? പിടിക്കുക. എടുക്ക. സൂക്ഷിച്ചുപയോഗിക്കണം. വില കൂടി. ഇതെന്താ ഇങ്ങനെ? ഇതിങ്ങനെയല്ലേ വന്നുള്ളൂ. ഇത് അത് മോനേട്ടാ, മോഹനേട്ടൻ ഇത്ര ഫാസ്റ്റാണെന്ന് ഞാൻ കരുതിയില്ല. ഇത്ര പെട്ടെന്ന് മോഹനേട്ടൻ അഭിപ്രായം മാറ്റിക്കളയുന്നു എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അതല്ല ഭാമ, ഈ ഇന്റർനെറ്റ് കഫേയിൽ ചെല്ലുന്ന പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്ന ബെന്നിയെപ്പോലുള്ള ചില കശ്മലന്മാരുണ്ട്. അറിഞ്ഞുകൊണ്ട് ലക്ഷ്മി മോളെ അബദ്ധത്തിൽ ചാടിക്കാൻ ഞാൻ സമ്മതിക്കൂ? മോഹനേട്ടൻ സമ്മതിക്കില്ല. ഞാനും ഒരു ലാപ്ടോപ്പ് വാങ്ങി. അല്ല, ഞാൻ ആലോചിച്ചപ്പോ ഇന്റർനെറ്റ് കഫേ പോകുന്ന റിസ്ക് ആണെന്ന് എനിക്കും തോന്നി. ലക്ഷ്മി കൊച്ചുകുട്ടിയല്ലേ, അതുകൊണ്ട് ഞാൻ നീ കാണിച്ചത് എന്നോട് ചോദിക്കാതെ ലാപ്ടോപ്പ് വാങ്ങാൻ നിന്നോട് ആര് പറഞ്ഞു? മോഹനേട്ടൻ പറഞ്ഞതല്ലേ. അപ്പൊ മോഹനേട്ടൻ സമ്മതിച്ചില്ലല്ലോ. അതുകൊണ്ടൊന്നുമില്ല. ഒരു കാര്യം പറഞ്ഞ മോഹനേട്ടന് മനസ്സിലാവാത്തതിന് കുഴപ്പമില്ല. ഇത് രാവിലെ മര്യാദയ്ക്ക് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും ഉണ്ടാവുമായിരുന്നോ? ദേഷ്യപ്പെടണ്ട, ഞാൻ വാങ്ങിച്ചു തിരിച്ചു കൊടുക്കാം. ഹരിസാറിന്റെ അനിയന്റെ കടയെന്നാ.
ആ തിരിച്ചു കൊടുക്കാന്നേ, പിന്നെന്താ കുഴപ്പം? ഇപ്പൊ വില്ലേജ് ഓഫീസർക്ക് മനസ്സിലായോ ഒരു ബുദ്ധി തോന്നേണ്ട സമയത്ത് തോന്നണോന്ന്? ഇല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഇരിക്കും. ഇനി മുതൽ തോന്നേണ്ടത് തോന്നേണ്ട സമയത്ത് തോന്നിക്കോളും. ഇപ്പൊ അങ്ങനെ തോന്നി തുടങ്ങി. അപ്പൊ രാവിലെ ചോദിച്ചു തരട്ടെ? മോഹനകൃഷ്ണൻ പറഞ്ഞതുപോലെ മനുഷ്യരുടെ സൗകര്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട യന്ത്രങ്ങൾ മനുഷ്യനെ നിയന്ത്രിക്കുന്നത് നല്ല കാര്യമല്ല. ബഹിരാകാശത്ത് എവിടെയോ നൂല് പൊട്ടിയ പട്ടം പോലെ പറന്നടക്കുന്ന ഒരു ഉപഗ്രഹം പണിമുടക്കിയാൽ നമ്മുടെ ഒരു കാര്യവും നടക്കില്ല എന്ന അവസ്ഥയായി കഴിഞ്ഞു. അന്തം വിട്ട യന്ത്രങ്ങൾ അരങ്ങു വാഴുന്ന ലോകത്ത് നിസ്സാരമായ കാര്യങ്ങൾ കാണാനും കേൾക്കാനും താല്പര്യമുള്ളവർ നാളെ രാത്രി 9 മണിക്ക് കാര്യം നിസ്സാരം കാണുക.